ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എന്താവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം ഇന്നലെ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്ത കുറേയധികം ക്വസ്റ്റ്യൻസ് അതായത് 10th പ്രിലിംസിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത കുറേയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് രണ്ട് ഘട്ടങ്ങൾക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 30ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സെക്കൻഡ് സ്റ്റേജിൽ അതിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളോടൊപ്പം പറഞ്ഞു പോകുന്ന റിലേറ്റഡ് ഫാക്ട്സിൽ നിന്നൊക്കെ എന്തായിട്ട് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഞാനിപ്പോൾ ലാസ്റ്റ് ഇതില് രക്തത്തിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചോദിക്കും. പ്രോട്ടീൻ, അതുപോലെ എന്താണ് കെമിസ്ട്രിയുടെ കുറച്ച് ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെർമോസെറ്റിൻ, തെർമോപ്ലാസ്റ്റിക്, ഇത് ചോദിക്കും. എക്സാമ്പിൾ പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് തന്നെ എക്സാക്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെയാണ് ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇങ്ങനത്തെ വിശേഷണങ്ങൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ എക്സാക്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏകദേശം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിച്ചതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഞാൻ ഇനിയൊരു ഘട്ടം എഴുതുന്നവർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മിനറൽസിന്റെ ഡെപ്പോസിറ്റ്സ് ഏറ്റവും കൂടുതൽ കാണുന്ന എന്താണ് സംസ്ഥാനങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യണം, അത് എവിടെയാണ് എന്നുള്ളത്. കാരണം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഉരുക്ക് നിർമ്മാണശാലകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഡിപ്പോസിറ്റ്സിന്റെ കൃത്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ വരുന്നത് എന്നുള്ളത്. അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട, ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ ദേശീയ ഗീതമായ വന്ദേ മാതരം, ഇതൊക്കെ ഞാൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒന്നും വിട്ട് കളയാനില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് അതെന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ തന്നെ പഠിക്കുക, അതിൽ നിന്ന് തന്നെ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് സ്റ്റേജ് എക്സാമിലേക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വളരെയധികം സാധ്യതകൾ ഈ പറയുന്ന വ്യവസായശാലകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഇനിയും പലതരത്തിൽ ചോദിക്കാം. ഇപ്പോൾ ഈ മിനറൽ ഡെപ്പോസിറ്റ്സ് ആയിക്കോട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏത്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ദക്ഷിണേന്ത്യയിൽ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഉണ്ടോ ആ വ്യവസായം ഉരുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അതുപോലെ ഫിസിയോ ജോഗ്രഫിക് ഡിവിഷൻസ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് കുറച്ച് ടഫ് ആണെന്നുള്ളതാണ്. ഓക്കെ, കാരണം ഫസ്റ്റ് സ്റ്റേജ് കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ടായിരുന്നു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ. ഇതിൽ കുറച്ച് നമ്മളൊന്ന് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലവണ്ണം അറിയുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ചൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇനി എഴുതുന്നവർ തീർച്ചയായിട്ടും അത് കൂടുതൽ സ്ട്രെസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു എന്താ, കേരളത്തിലെ ഏറ്റവും വലിയ കായല്, അതുപോലെ സംസ്ഥാനത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് അതൊക്കെ ചോദിക്കുമെന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇവിടെ സ്വാഭിമാന പ്രസ്ഥാനം അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ കേരള ചരിത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഓൾറെഡി നമുക്കറിയാവുന്ന അത് തന്നെ എക്സാക്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നോക്കി ഇതേ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി, അതുപോലെ പാരീസ് ഒളിമ്പിക്സ് ഞാൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സിലെ മിക്ക കാര്യങ്ങളും ചോദിക്കും. അതുപോലെ നാഷണൽ പാർക്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ അവിടെ സംരക്ഷിക്കുന്ന മൃഗത്തെയും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എല്ലാത്തിന്റെയും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇത് എല്ലാവരും മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ ദേശീയ പതാക, ബേസിക് ഫാക്ട്സ്. ഓക്കെ, അതുപോലെ എഗൈൻ എന്താണ് മൗലിക കർത്തവ്യങ്ങൾ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും വിട്ടുകളയാനില്ല അതില്. ഓക്കെ, അതുപോലെ വിവരാവകാശം, അതുപോലെ എടുത്തു പറഞ്ഞാണ് രാജാറാം മോഹൻ റായുടെ പഠിക്കണം. കാരണം നവോത്ഥാനത്തിന്റെ പിതാവാണ് അദ്ദേഹം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞതായിരുന്നു മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഗാന്ധിജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. കാരണം വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഗാന്ധിജിയുടെ. കാരണം ഡിഗ്രിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി ചിലപ്പോൾ ഗാന്ധിജിയോ ബാലഗംഗാധര തിലകോ അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറോ ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നവോത്ഥാന നായകരുടെ ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വിശേഷണം പറഞ്ഞല്ലോ, ഇത് ഞാൻ ഓൾറെഡി ചോദ്യം അങ്ങനെ തന്നെ ഞാൻ ഒരെണ്ണിട്ടപ്പോ അസോസിയേറ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയപ്പോൾ ഈ രണ്ടാം ബുദ്ധൻ എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചോദ്യോത്തരങ്ങൾ മാത്രമല്ല അസോസിയേറ്റഡ് ഫാക്ട്സ് പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു, അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നവോത്ഥാന നായകര് നമ്മൾ വെറുതെ മിയർ ആയിട്ട് നോക്കരുതെന്നും അതുപോലെ തന്നെ എന്താണ്
അത് ഓരോരുത്തരുടെയും അവര് ജനിച്ച വർഷം, എവിടെയാണ് ജനിച്ചത്, എന്തൊക്കെ സംഘടനകളാണ് തുടങ്ങിയത്, അവരുടെ രചനകൾ, കൃതികൾ, അവരെ വിശേഷിപ്പിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നോക്കണം എന്നുള്ളത് എന്താണ് ഇനി എഴുതുന്നവരാണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നവോത്ഥാന നായകരെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ കിരരിയൂർ ബോംബ് കേസ്, അതായത് ഈ പറയുന്നതെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടവയാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പഠിക്കുന്നവരാണെങ്കിൽ നവോത്ഥാന നായകര് മെയിൻ ആയിട്ട് ഞാൻ കുറച്ചുപേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. സഹോദരൻ അയ്യപ്പൻ എന്നുള്ളത്. അതുപോലെ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞതായിരുന്നു നെക്സ്റ്റ് ഇനി വാഗ്ഭടാനന്ദൻ ആയിരിക്കാൻ ചോദിക്കാൻ ചാൻസ്. അത് തന്നെ ചോദിച്ചു കേട്ടോ സെക്കൻഡ് സ്റ്റേജിൽ. ഓക്കെ, വീണ്ടും കുറിച്യാക്ക ലാഭം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നൊബേല് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിരിക്കണം, അത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഓരോരുത്തരുടെ കൃതികൾ, ഇതും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള നദി, അതുപോലെ കായംകുളം താപവൈദ്യുത നിലയം, ഇത് എക്സാക്ട് ആയിട്ട് ഞാൻ പറഞ്ഞു. താപവൈദ്യുത നിലയം, കേരളത്തിലെ വൈദ്യുത നിലയങ്ങൾ, അത് ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിലും ശരി, തെർമൽ പ്ലാന്റ്സ് ആണെങ്കിലും ശരി, നോക്കിയിരിക്കണം. കേരളത്തിൽ ആകെ അത് എണ്ണത്തിൽ കുറവാണ്, അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, അത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ചോദിക്കും എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. അത് തന്നെ എക്സാക്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം, ഇതൊക്കെ സ്വാതന്ത്ര്യം, ആ ഒരു എന്താണ് നമ്മളുടെ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്സ്, സിവിൽ ഡിസൊബീഡിയൻസ്, ഇതിന്റെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ LDCക്ക് തൊട്ട് പറയുന്നതാ ഇതിന്റെ റീസൺസ് കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ എന്താണ് അവര് തീരുമാനിച്ചത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരു രചിച്ചത്, ഇത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നവോത്ഥാന നായകരുടെ ഇതില്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഡാമുകളും കൂടെ ശ്രദ്ധിക്കണം. ഇന്ത്യൻ ജോഗ്രഫിയിൽ അത് കൃത്യമായിട്ട് നോക്കണം എന്നുള്ളത് അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു ഇതില് ഡാം ആയിരിക്കാം, അല്ലെങ്കിൽ നദി റിലേറ്റഡ് ഫാക്ട് ആയിരിക്കാം ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂക്ലിയർ പവർ സ്റ്റേഷനോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാം. എനിവേസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ, തേർഡ് സ്റ്റേജിന് വേണ്ടിയിട്ട്. ഇനി കുറച്ചും കൂടി അവർ വ്യത്യസ്തമായി ഏതായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ, ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന്, ഇതിപ്പോ ജസ്റ്റ് വേഗം നമ്മൾ നോക്കിയതിന്റെ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇതേ കണ്ടില്ലേ, വാഗ്ഭടാനന്ദന്റെയാണ് ആദ്യം ചോദിച്ചത്. നവോത്ഥാന നായകനിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കണ്ടോ, എവിടെ ജനിച്ചു, എന്തൊക്കെ ആരംഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ കൃത്യം പറയുന്നു, നെക്സ്റ്റ് ചിലപ്പോൾ വാഗ്ഭടാനന്ദനായിരിക്കും ചോദിക്കാണ്. അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് വൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ ആ ടെക്സ്റ്റിൽ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ജസ്റ്റ് നോക്കണമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെ നമ്മൾ എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അതുപോലെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഓരോ ഹിമാലയാസിന്റെ എന്നുള്ളത്, ഇതൊക്കെ എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ചോദ്യം. ഇനി അതിൽ ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. നെക്സ്റ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൃക്ക, കരൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വൃക്കയും കരളും എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൃക്കയുടെ കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃത്യം ഇതായിരിക്കും ചോദിക്കാൻ ചാൻസ്. വൃക്ക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വൃക്ക റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വൃക്ക, കരള്, ഹൃദയം, ശ്വാസകോശം, കോശം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കോശത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാര്യങ്ങളും ഇത് വ്യക്തമായി പഠിച്ചിരിക്കാൻ ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ വരാട്ടോ, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിലും റിക്കർ റിലേറ്റഡ് ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിലെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെക്സ്റ്റ് നോക്കിയാൽ മതി നമുക്ക്. അതാണ് ഫോഴ്സ്, പ്രവേഗം, കുറച്ചും കൂടെ ഞാൻ പറഞ്ഞത്. പക്ഷെ ശബ്ദം, ഇനി ഇതിൽ ശബ്ദമൊക്കെ റിലേറ്റഡ് ആയിട്ട് വരാമെന്നാണ്. പക്ഷെ സയൻസ് എന്ന് പറയുന്നതിൽ നിങ്ങൾ SCERT ടെക്സ്റ്റ് നോക്കിയാൽ മാത്രം മതി. അതിൽ നല്ലത് വേറെ കൂടുതലൊന്നും ചോദിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ഓക്കെയാണ് അല്ലെ. ഇതൊക്കെ തന്നെ എന്താണ് അങ്ങോട്ട് ഇതിപ്പോൾ എല്ലാവർക്കും ബൈ ഹാർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞു പോയത്. അതുപോലെ എനർജിയുടെ ശ്രദ്ധിച്ചു നോക്കണം. ബ്രൗൺ എനർജി ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പെട്രോളിയം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതെന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എക്സിറ്റീവ് കൺസർവേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബയോഡൈവേഴ്സിറ്റിയുടെ ആ ടെക്സ്റ്റ് അഗൈൻ ബയോഡൈവേഴ്സിറ്റിയുടെ ആ ടെക്സ്റ്റിൽ നിന്നാണ് കേട്ടോ വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അതായത് ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ 8ാം ക്ലാസ്സിൽ, അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും എന്താണ് ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ വേറെ ഏതെങ്കിലും കാര്യം എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കത് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ.
രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് പോലെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഫാക്ട് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റിൽ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതെന്ന് പറഞ്ഞത്. അതുപോലെ ദഹന വ്യവസ്ഥ കറക്റ്റ് ആയിട്ട് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ അൾനിക്കോ ലോഹസങ്കരങ്ങൾ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉപയോഗവും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കണമല്ലോ. പിന്നെ തെർമോപ്ലാസ്റ്റിക്, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫാക്ട് എന്നുള്ള രീതിയിൽ തന്നെ തെർമോപ്ലാസ്റ്റിക് എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണ്, തെർമോസെറ്റിംഗ് എന്താണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആ ഒരു ഇതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലുള്ള കുറച്ച് ഫാക്ട്സ് എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബേസിക് ഫാക്ട്സ്, പ്രോട്ടോണിന്റെ പേര് നൽകിയ ശാസ്ത്രജ്ഞർ, ഇതൊക്കെ ടെക്സ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുതെന്ന് പറയാറുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ LPG ഘടകം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ ബേസിക് ആണ്, കെമിസ്ട്രിയുടെ ബേസിക് ഡെയിലി ലൈഫ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞതിൽ ഓൾമോസ്റ്റ് 48ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ ഇനി വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മള് ഏകദേശം ഇപ്പൊ ജസ്റ്റ് വേഗം നോക്കിയതിന്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് നോക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ടെക്സ്റ്റിന് അപ്പുറത്തേക്കും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിസ്റ്ററി കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്യാവശ്യം ഫാക്റ്റുകൾ ഒട്ടും അറിയാത്തത് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. ബാക്കി ഏരിയാസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്സ് ഒഴിവാക്കിക്കൊണ്ടാണ് 20 മാത്സ് ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റേജിൽ ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത്. കാരണം തേർഡ് സ്റ്റേജ് January 25th വരിക. അപ്പോൾ അത് ഏകദേശം കണക്കാക്കി ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കി അനലൈസ് ചെയ്തിട്ട് പറയാട്ടോ ഇതേപോലെ. അതുപോലെ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്യും, എസ്പെഷ്യലി ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ കേട്ടോ. അപ്പൊ അത് ചിലതൊക്കെ ചോദിച്ച് നല്ലോണം കണ്ടു. അപ്പോൾ അത് തന്നെ ചോദിച്ച് കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത് കണ്ടവർക്ക് അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി വേറൊരു വലിയൊരു എക്സാം, ഇപ്പോൾ 10th ഫസ്റ്റ് ഫിലിംസും സെക്കൻഡ് ഫിലിംസും ഒക്കെ കഴിഞ്ഞവർക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടായിരിക്കാം. ഒപ്പം ഇനി ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരൊറ്റ പരീക്ഷയിൽ 10th ക്ലാസ് യോഗ്യതയിൽ നടക്കുന്ന ഒരു എക്സാം ഉണ്ട്. അതിന്റെ സിലബസ് കുറച്ചൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. കുറച്ചും കൂടെ ആ മെയിൻസ് ലെവലിലോട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന്റെ 10th പ്രിലിംസിന്റെ മെയിൻസിന്റെ ഒരു സിലബസിന്റെ അതും കുറച്ച് ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ടൈം ടേബിളോ അല്ലെങ്കിൽ എന്താണ് സ്റ്റഡി പ്ലാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.